കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ ബജറ്റ് അവതരിപ്പിക്കേണ്ട സമയമാണല്ലോ. എങ്ങനെ 2025-26 ബജറ്റ് പരമാവധി കുറ്റമറ്റ രീതിയിൽ തയ്യാറാക്കുമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. 2025-26 വർഷത്തെ പുതിയ ബജറ്റ്, അതാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഈ 25-26 വർഷത്തെ ബജറ്റ് തയ്യാറാക്കണമെങ്കിൽ ആദ്യം നമ്മുടെ കയ്യിൽ 2024-25 ബജറ്റിന്റെ റിവൈസ്ഡ് കോപ്പി ഉണ്ടായിരിക്കണം. അതായത് 24-25 റിവൈസ്ഡ് ബജറ്റ് കയ്യിലുണ്ടായിരിക്കണം. അത് പറയാൻ കാരണം നമ്മൾ 2024-25 ബജറ്റ് തയ്യാറാക്കിയ സമയത്ത് നമ്മുടെ വാർഷിക പദ്ധതി പല പഞ്ചായത്തുകളും അംഗീകാരം വാങ്ങിയിരുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ അംഗീകാരം വാങ്ങിയതിനു ശേഷം തയ്യാറാക്കിയ പഞ്ചായത്തുകളാണെങ്കിലും നമ്മൾ വിചാരിക്കാത്ത പല വരവുകളും വന്നിട്ടുണ്ട്, പല ചെലവുകളും കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഫെബ്രുവരി മാസം വരെ വന്ന കണക്കുകൾ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 2024-25 ബജറ്റിനെ ഒന്ന് റിവൈസ് ചെയ്യണം. നമ്മുടെ പ്രതീക്ഷിത വരവുകളിൽ കുറവുണ്ടായിരിക്കാം, ചെലവുകൾ വളരെ കൂടുതൽ ഉണ്ടായിരിക്കാം. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ പെർമിറ്റ് ഫീ കൂടിയപ്പോൾ നമ്മൾ പെർമിറ്റ് ഫീ കൂടുതലായിട്ട് ബജറ്റിൽ വകയിരുത്തി. പക്ഷെ അത് പുതിയ ഉത്തരവ് വന്നപ്പോൾ അതിൽ കുറച്ച് പൈസ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ചെലവാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങൾ, വരവുകളും ചെലവുകളും ഒക്കെ അതിനകത്ത് കൂടിയും കുറഞ്ഞും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഉൾപ്പെടുത്തി 24-25 ബജറ്റിനെ ആദ്യം ഒന്ന് റിവൈസ് ചെയ്യും. തൻവർഷത്തെ ബജറ്റ് ഇവിടെ 2024-25 തൻവർഷത്തെ ബജറ്റ് റിവൈസ് ചെയ്തെങ്കിൽ മാത്രമേ 25-26 ബജറ്റ് ടൂളിലേക്ക് നമുക്ക് ബാക്കി എൻട്രികൾ വരുത്താൻ കഴിയുകയുള്ളൂ. തൻവർഷത്തെ ബജറ്റ് എങ്ങനെ റിവൈസ് ചെയ്യാമെന്ന് നമ്മൾ 2 വീഡിയോ ഇതേ ചാനലിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതുവരെയും കാണാത്തവർ, ഇതുവരെയും സ്വന്തമായിട്ട് ബജറ്റ് റിവൈസ് ചെയ്യാത്ത ആൾക്കാർ അത് കണ്ട് മനസ്സിലാക്കി ബജറ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. കാരണം അതിനകത്താണ് ഷെഡ്യൂളുകളുടെ എല്ലാ ഡീറ്റെയിലും, പൂർണ്ണ വിവരങ്ങളും നമ്മൾ ആ 2 വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഷെഡ്യൂൾ ഡീറ്റെയിലേക്ക് പോകത്തില്ല. ആ വീഡിയോ ഒന്ന് കണ്ട് നിങ്ങളുടെ പഞ്ചായത്തിന്റെ 24-25 ബജറ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വന്നാൽ, അതിന്റെ കോപ്പിയും കൊണ്ട് വന്നാൽ മാത്രമേ നമുക്ക് 25-26 ബജറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. മാത്രമല്ല 24-25 ബജറ്റ് നിങ്ങൾ റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഷെഡ്യൂളുകളെ കുറിച്ചെല്ലാം നല്ലൊരു ധാരണ ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ റിവിഷന്റെ വീഡിയോയിൽ, അതായത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന വീഡിയോകളിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഷെഡ്യൂളുകളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇവിടെ അത്രയും ഡെപ്തിലേക്ക് പോകത്തില്ല, ഒന്ന് ശ്രദ്ധിക്കുക. 2025-26 ബജറ്റ് ടൂളിലേക്ക് എൻട്രികളൊക്കെ വരുത്തുന്നതിന് മുമ്പ് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം. ഘടകസ്ഥാപന മേധാവികളുടെ യോഗം ചേർന്ന് അവരിൽ നിന്ന് A1, A2 അനക്സറുകളിലെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരിക്കണം. യോഗം ഡിസംബർ 15 നടത്തി പ്രപ്പോസലുകൾ ജനുവരി 15 സ്വീകരിച്ചിരിക്കണമെന്നാണ്. നിങ്ങളത് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ ലഭിച്ച പ്രപ്പോസലുകൾ ജനുവരി 22 അതത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഒന്ന് അവതരിപ്പിച്ചതിന് ശേഷം അവരുടെ നിർദ്ദേശങ്ങൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഫെബ്രുവരി 1 മുമ്പ് അവതരിപ്പിച്ചിരിക്കണം. ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്കും ഏതൊക്കെ ഘടകസ്ഥാപനങ്ങളാണ് വിട്ടു നൽകിയതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ കീഴിൽ വരുന്ന ഘടകസ്ഥാപനങ്ങളുടെ നോൺ പ്ലാൻ പ്രപ്പോസലുകൾ സ്വീകരിച്ച് അവ ക്രോഡീകരിച്ച് ഫോറം 3, ഫോറം 4 ഇവയിൽ തയ്യാറാക്കിയാണ് അതത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ അംഗീകരിക്കേണ്ടത്. ഇത് അക്കൗണ്ടന്റുമാർക്ക് തന്നെ വേണമെങ്കിൽ നിശ്ചിത പ്രൊഫോമയിലൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കൊടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും തരുന്ന A3 ഫോമിലും A4 അനക്സ് ഫോമിലും തരുന്ന നിർദ്ദേശങ്ങളെ A5, A6 എന്നീ അനുബന്ധങ്ങളിൽ ക്രോഡീകരിച്ചാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് എത്തിക്കേണ്ടത്. ഇതുകൂടാതെ നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിന്റെ വരുമാനങ്ങളും ദൈനംദിന ചെലവുകളും A1, A2 പ്രൊഫോമകളിൽ തയ്യാറാക്കി സെക്രട്ടറിക്ക് വേണ്ടി അക്കൗണ്ടന്റ് തയ്യാറാക്കി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കേണ്ടതാണ്. ഇതും മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ സമർപ്പിച്ച അതത് ഘടക സ്ഥാപനങ്ങളുടെ നോൺ പ്ലാൻ പ്രപ്പോസലുകളും കൂടി ചേർത്താണ് നോൺ പ്ലാൻ ബജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിക്കുന്നത്. നമ്മൾ ഈ ബജറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെ പ്ലാൻ സീറ്റിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ അതത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ നടക്കുന്നുണ്ടായിരിക്കും. അതിലേക്ക് അക്കൗണ്ടന്റ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. പ്ലാനിന്റെ പ്രൊസീജിയറൊക്കെ ഒരു ഭാഗത്ത് നടന്നോട്ടെ. മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അംഗീകരിച്ച വാർഷിക പദ്ധതിയുടെ കണക്ക് നമ്മുടെ ബജറ്റിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഏതെങ്കിലും രീതിയിൽ നിങ്ങളിപ്പോ 2025-26 ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് പ്ലാനിന് DPC അംഗീകാരം കിട്ടിയില്ല എന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമില്ല. ഏതൊക്കെ പദ്ധതികളാണ് പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ചത് ആ ലിസ്റ്റ് ബജറ്റിലേക്ക്
ഉൾപ്പെടുത്തിയാലും മതിയാവും. അതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് വഴിയെ പറയാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നോൺ പ്ലാൻ പ്രപ്പോസലുകളും പ്ലാനിന്റെ പ്രപ്പോസലുകളും കൂടി സംയോജിപ്പിച്ചാണ് 2025-26 ബജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തയ്യാറാക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ പ്രസിഡന്റിന്റെ ആമുഖ പ്രസംഗം, വൈസ് പ്രസിഡന്റിന്റെ ബജറ്റ് നോട്ട, പെർഫോമൻസ് ബജറ്റ്, ജെൻഡർ ബജറ്റ് എന്നിവ കൂട്ടിച്ചേർത്താൽ പഞ്ചായത്ത് യോഗത്തിൽ അവതരിപ്പിക്കേണ്ട കരട് ബജറ്റായി. അതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് വഴിയെ പറയുമെന്ന് കേട്ട് നിങ്ങളാരും പേടിക്കേണ്ട. കരട് ബജറ്റ് മാർച്ച് 7 മുമ്പ് ഭരണസമിതിയിൽ അവതരിപ്പിക്കുകയും നിർബന്ധമായിട്ടും മാർച്ച് 31 അംഗീകരിക്കേണ്ടതുമാണ്. ഈ നമ്മുടെ റിവൈസ്ഡ് ബജറ്റും അതുപോലെ തന്നെ പുതിയ ബജറ്റും 25-26 വർഷത്തെ പുതിയ ബജറ്റും കൂടി ഒരു ഭരണസമിതി യോഗത്തിൽ അംഗീകരിക്കാമെന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെ ചെയ്യരുത്. കാരണം റിവൈസ്ഡ് ബജറ്റും പുതിയ ബജറ്റും കൂടി ഒരു ഭരണസമിതിയിൽ അംഗീകരിക്കാൻ കഴിയത്തില്ല. റിവൈസ്ഡ് ബജറ്റ് നേരത്തെ തയ്യാറാക്കി അംഗീകരിച്ചെങ്കിൽ മാത്രമേ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പുതിയ ബജറ്റ് തയ്യാറാക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ രണ്ടും കൂടി ഒരു കമ്മിറ്റിയിൽ ആരും കൊണ്ട് വെക്കരുത്. റിവൈസ്ഡ് ബജറ്റ് ആണെങ്കിൽ സാധാരണ യോഗത്തിൽ അവതരിപ്പിച്ചാൽ മതി. എന്നാൽ കരട് ബജറ്റിന്റെ അവതരണവും അംഗീകാരവും എല്ലാം ഒരു പ്രത്യേക യോഗത്തിൽ വെച്ചായിരിക്കണം. ഇതും അക്കൗണ്ടന്റുമാർ ശ്രദ്ധിക്കണം. അടുത്തായിട്ട് ശ്രദ്ധിക്കണം, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം 2024-25 ബജറ്റ്, അതായത് നടപ്പ് വർഷത്തെ ബജറ്റ് റിവൈസ് ചെയ്തിരിക്കണം. കാരണം നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന 25-26 ബജറ്റാണ്. അതിലെ ഒരു കോളം തന്നെ 24-25 റിവൈസ്ഡ് ബജറ്റ് എന്നതാണ്. അപ്പോൾ 24-25 ബജറ്റ് നിർബന്ധമായിട്ടും റിവൈസ് ചെയ്ത് കയ്യിൽ വെച്ചിരിക്കണം. ഇനി വേണ്ടത് നമുക്ക് 2025-26 ബജറ്റ് തയ്യാറാക്കുന്നതിന് ഒരു ടൂൾ വേണം. ഒരു സാധാരണ ഒരു എക്സൽ ടൂളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. കില തയ്യാറാക്കിയ ടൂളുണ്ട്, അതുപോലെ നമ്മുടെ മനോജ് മൂന്തൻ സാറിനെ പോലുള്ളവർ തയ്യാറാക്കിയ ടൂളുണ്ട്. ഞാൻ ഉപയോഗിച്ച് വരുന്നത് മനോജ് സാറിൻ്റെ ടൂളാണ്. അത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകാം. ആവശ്യമുള്ളവർക്ക് ആ പോർട്ടലിൽ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ കയ്യിൽ വേണ്ട പ്രധാനപ്പെട്ട രേഖ 2022-23 23-24 AFS ആണ്. അതിനകത്ത് പ്രധാനമായിട്ടും ബാലൻസ് ഷീറ്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടായിരിക്കണം. ഇത്രയും നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് ബജറ്റ് 2025-26 ബജറ്റ് തയ്യാറാക്കുന്ന ജോലി ആരംഭിക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ബജറ്റ് ടൂൾ ഓപ്പൺ ചെയ്തു. ഹോം പേജിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കുകയാണ്. നമുക്കിവിടെ ആദ്യം എൻട്രി ചെയ്യേണ്ടത് WS, അതായത് വർക്ക്ഷീറ്റ് 1 എന്ന് പറയുന്ന ഭാഗമാണ്. അത് ഓപ്പൺ ചെയ്യുക. ഇത് എവിടെ കാണാം? 2022-23 ബാലൻസ് ഷീറ്റിന്റെ ക്ലോസിംഗ് അല്ലെങ്കിൽ 2023-24 ബാലൻസ് ഷീറ്റിന്റെ ഓപ്പണിംഗ് ആണ് ഇവിടെ വേണ്ടത്. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുന്ന ഭാഗം ഈ ആദ്യം കൊടുക്കുന്ന കണക്കിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ബജറ്റ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന എൻട്രികൾ വളരെ കൃത്യമായിരിക്കണം. ഒന്നുകിൽ 22-23 ബാലൻസ് ഷീറ്റിന്റെ ക്ലോസിംഗ്, അത് തന്നെയായിരിക്കും 23-24 ബാലൻസ് ഷീറ്റിന്റെ ഓപ്പണിംഗ്. അതെങ്ങനെ കൊടുക്കുക? ഇത് കൊടുക്കാൻ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ 22-23 ബാലൻസ് ഷീറ്റ് നോക്കുക. 22-23 ബാലൻസ് ഷീറ്റ് കയ്യിലുണ്ടായിരിക്കണം. ആ ബാലൻസ് ഷീറ്റിൽ ഇനി പറയുന്ന ഷെഡ്യൂളുകൾ നോക്കണ്ടോ. ആദ്യത്തെ കോളത്തിൽ B17 ബാലൻസ്, B17 ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആണ് നമുക്കറിയാം. 2022-23 AFS ആണ് നോക്കേണ്ടത്. അവിടെ B17 ബാലൻസ് കൊടുത്തു. സ്ക്രീൻ ശ്രദ്ധിക്കുക. എന്റെ പഞ്ചായത്തിലാണെങ്കിൽ 44,54,683 രൂപയാണ്. ഞാനത് കൊടുത്തു. അടുത്ത കോളത്തിൽ വേണ്ട B15 ആണ്. B15 കണ്ടോ? അതിനകത്ത് 22-23 ബാലൻസ് ഷീറ്റിൽ ഇവിടെ എനിക്കത് 20,42,639 രൂപയാണ്. അത് കൊടുത്തു. ഇനി B12 എനിക്കത് 0 ആണ്, 0 കൊടുത്തു. B2 20,612 ആണ്. നിങ്ങളുടെ പഞ്ചായത്തിൽ വ്യത്യാസമായിരിക്കും. ഞാൻ എൻ്റെ പഞ്ചായത്തിന്റെ ബാലൻസ് ഷീറ്റാണ് പറയുന്നത്. ഇവിടെ B4 52,49,342. B7 തുക ഇവിടെ കൊടുക്കണം. അത് 1,99,331 ആണ്. ഇനി B9 കൊടുക്കണം. അത് 11,16,211 ആണ്. നോക്കൂ, ഇത്രയും കൊടുത്തു കഴിയുമ്പോഴേക്കും അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. അവസാനത്തെ വരി കണ്ടോ? 22-23 ബാലൻസ് -88,174 രൂപയാണ്. അതായത് പല പഞ്ചായത്തുകൾക്ക് ഫണ്ട് കുറവുള്ള പഞ്ചായത്തുകൾക്കൊക്കെ പലപ്പോഴും മൈനസ് ഫിഗർ വരും. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ബോധർ ചെയ്യേണ്ട കേസല്ല. മൈനസ് വന്നാലും പ്രശ്നമല്ല. ആ മൈനസിനെ മാറ്റിയിട്ട് പഞ്ചായത്തിന്റെ ഫണ്ട് ഉയർത്തുക എന്നതുകൂടിയാണ് നമ്മുടെ ബജറ്റിന്റെ ലക്ഷ്യം. ഒരു നല്ലൊരു അക്കൗണ്ടന്റിന്റെ ഉദ്ദേശവും അത് തന്നെ ആയിരിക്കണം. ഇവിടെ WS2, WS3, WS4, അതായത് വർക്ക്ഷീറ്റ് 2, 3, 4, 5 ഉണ്ട്. അതുപോലെ A1, A2, A3, A4, A51, A52, A51A, A52A, ഇങ്ങനെ കുറച്ച് വർക്ക്ഷീറ്റുകൾ കൂടി ഉണ്ട്. ഈ വർക്ക്ഷീറ്റുകൾ നമ്മൾ വഴിയെ ഓരോ മറ്റ് ഷെഡ്യൂളുകൾ പൂരിപ്പിച്ച് വരുന്ന സമയത്ത് ഇതുകൂടി പരിചയപ്പെടാം. ആദ്യമേ അത് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമുക്ക് നേരെ ബജറ്റ് ടൂളിലേക്ക്, നമുക്ക് നേരെ ബജറ്റ് ഷെഡ്യൂളിലേക്ക് പോയി എങ്ങനെയാണ് ബജറ്റ് എൻട്രി ചെയ്യുന്നത് നോക്കാം. മറക്കരുത്, നിങ്ങളുടെ കയ്യിൽ 2022-23 AFS, 23-24 AFS, ഒരു ബജറ്റ് ടൂൾസ് ബജറ്റ്, ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരിക്കണം. അതുണ്ടെന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ ബജറ്റ് ടൂളിലെ കാര്യങ്ങൾ ചെയ്യാവൂ. ആദ്യം BS1 എടുത്തു. ബജറ്റ് ടൂളിൽ നിന്ന് BS1 25-26 ബജറ്റ്
ബജറ്റിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആദ്യത്തെ കോളം, അതായത് ആക്ച്വൽസ് ഫോർ ദ ഇയർ 23-24 എന്നതാണ്. അതായത് 23-24 AFS അനുസരിച്ച് AFS ഓൾറെഡി നമ്മളൊക്കെ അയച്ച് ഓഡിറ്റിംഗ് കഴിഞ്ഞതാണ്. ആ AFS അനുസരിച്ചുള്ള യഥാർത്ഥ തുകകളാണ് ആദ്യത്തെ കോളത്തിൽ കൊടുക്കുന്നത്. നമ്മൾ ആദ്യത്തെ കോളം ഫുള്ള് ഫില്ല് ചെയ്ത് പോയതിനു ശേഷം മാത്രമേ മറ്റു കോളങ്ങൾ ചെയ്യത്തുള്ളൂ. നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത BS1 ആണ്. BS1 എന്ന് പറഞ്ഞാൽ നികുതി വരുമാനങ്ങളാണ്. ആദ്യത്തെ ബജറ്റ് കോഡ് നോക്കിയേ, 110,1001 പ്രോപ്പർട്ടി ടാക്സ്. ഈ ബജറ്റ് ഹെഡിൽ വരുന്ന ILGMSന്റെ ഹെഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഇത് എങ്ങനെ നോക്കാന്നുള്ള ഡീറ്റെയിൽ നമ്മൾ റിവിഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിച്ച് ബോറാക്കുന്നില്ല. ഇത് എവിടെ ഡീറ്റെയിൽ നോക്കുന്നുണ്ടോ, നിങ്ങൾ 23-24 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അവിടെ I1 ഡീറ്റെയിൽ കിട്ടും. നോക്കോ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹെഡ് ഏതായിരുന്നു, 110,1001. ആ ഹെഡ് വരുന്ന ഏതൊക്കെ ILGMS ഹെഡുകൾ അവിടെ ഉണ്ടെന്ന് നോക്കുക. കണ്ടോ, അതെല്ലാം കൂടി ആ കോഡിൽ വരുന്ന തുകകളെല്ലാം കൂടെ കൂട്ടി ഇവിടെ കൊടുക്കണം. ഇവിടെ എനിക്കത് 18,76,181 രൂപ ഞാൻ അത് ആ ഭാഗത്ത് കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒരു ഹാർഡ് കോപ്പി എടുത്ത് വെച്ചിട്ട് ഇത് ചെയ്തു പോകണം. ചെയ്തു പോകുമ്പോൾ ചെയ്ത ഫിഗറുകളെല്ലാം നിങ്ങൾ ആക്ച്വലായിട്ട് കൊണ്ടുവന്ന ഫിഗറുകളെല്ലാം ഒന്ന് റൗണ്ട് ചെയ്ത് പോകണം. അതായത് നമ്മൾ അതിനകത്ത് എല്ലാ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എല്ലാ ഫിഗറും നമ്മുടെ ടൂളിലേക്ക് വന്നു എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഏതൊക്കെ ഫിഗറാണോ നിങ്ങൾ ആഡ് ചെയ്ത് പോകുന്നത് അതൊക്കെ റൗണ്ട് ചെയ്ത് പോകണം. ഓരോ ബജറ്റ് ഷെഡ്യൂളിലെയും ആകത്തുക അതത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലെ ഷെഡ്യൂളുകളുമായിട്ട് ഒത്തുപോവുകയാണെങ്കിൽ നമ്മൾ ചെയ്തു വരുന്നത് വളരെ കറക്റ്റ് ആണ് എന്നാണ് അർത്ഥം. ആ രീതിയിൽ BS1 ബാധകമായ എല്ലാ വരികളും, അതായത് സർവീസ് ടാക്സ്, തൊഴിൽ നികുതി, പരസ്യ നികുതി, അങ്ങനെ എല്ലാ ഹെഡുകളും പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്യണം. ചില പഞ്ചായത്തുകളിലെങ്കിലും നമ്മുടെ ടൂളിൽ ഇല്ലാത്ത ചില ഹെഡുകൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ആപ്റ്റായ ഒരു ഹെഡിലേക്ക് ഇത് എമൗണ്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ബജറ്റ് ടൂളിൽ തന്നെ പുതുതായിട്ട് ഹെഡ് അടിച്ചു ചേർത്താൽ മതി, പ്രശ്നമില്ല. ഞാൻ ഒരു BS1 ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. അതായത് 110,2001 ഈ ഒരു ബജറ്റ് ഹെഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഒന്ന് നോക്കിയേ. കണ്ടോ, അവിടെ ഈ ഹെഡിൽ വരുന്ന തുകകൾ, അതായത് 110,2000 101 പ്രൊഫഷണൽ ടാക്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, എംപ്ലോയീസ്, ട്രേഡേഴ്സ്, ഈ ഹെഡിലെല്ലാം കൂടി ഒന്ന് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6,66,280. അത് അതിന്റെ ഷെഡ്യൂളിൽ കൊടുക്കുക. ആകെ നികുതി വരവ് കണ്ടോ, 25,42,461 രൂപ എന്ന് നമുക്ക് കിട്ടി. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ 23-24 യഥാർത്ഥ നികുതി വരവ് നമുക്ക്, അതായത് AFSലെ അതേ നികുതി വരവ് നമുക്ക് ഇവിടെ ലഭിക്കും. ഇനി BS2 ആണ്. BS2 എന്ന് പറഞ്ഞാൽ നികുതി ഇതര വരുമാനങ്ങളാണ്. BS2 അത് നോൺ ടാക്സുകളാണ് നമുക്ക് അവിടെ വരേണ്ടത്. അത് എങ്ങനെ എൻട്രി ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലെ I3, I4, I5 അതുപോലെ I7, I8 തുടങ്ങിയ ഷെഡ്യൂളുകളുടെ വിവരങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. ഇതില് റെന്റൽ ഇൻകം ഫ്രം പഞ്ചായത്ത് പ്രോപ്പർട്ടി, ഫീസ് ആൻഡ് യൂസർ ചാർജസ്, സെയിൽ ആൻഡ് ഹയർ ചാർജസ്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, ഇൻട്രസ്റ്റ് ഏൺഡ്, അതർ ഇൻകം എന്നീ ഹെഡുകളെല്ലാം വരും. ഞാൻ ആദ്യത്തായിട്ട് ഒന്ന് ചെയ്ത് കാണിക്കാം. BS2 നമുക്ക് ഷെഡ്യൂൾ നോക്കാം. ആദ്യത്തെ 130,1001 സ്ഥലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും വാടക. ആദ്യത്തെ കോളം ഫില്ല് ചെയ്യാനായി ഞാൻ AFS 2023-24 AFS എടുത്തു. അവിടെ നോക്കൂ, 130,1001 തുടങ്ങുന്ന കോഡിൽ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, അതായത് റെന്റ് ഫ്രം ബിൽഡിംഗ് 53,040 രൂപ. അതിവിടെ കൊടുത്തു. ഇനി എന്റെ AFSലുള്ളത് നോക്കൂ, 130,3001 എന്ന ഹെഡ് മാത്രമാണ്. ബജറ്റ് ടൂളിൽ നോക്കൂ, ആ ഒരു ഹെഡ് കണ്ടല്ലോ, ആ തുക അവിടെ ഒന്ന് എൻട്രി ചെയ്ത് കൊടുക്കുക. ആ ഷീറ്റിൽ ഇനിയും താഴോട്ട് ഷെഡ്യൂളുകളുണ്ട്. നിങ്ങൾ ഷീറ്റിൽ എപ്പോഴും താഴെ വരെ സ്ക്രോൾ ചെയ്ത് നോക്കണം. അകത്ത് താഴോട്ട് ഷെഡ്യൂൾസ് എല്ലാം കാണും. അതിലൊന്ന് ഫീസ് ആൻഡ് യൂസർ ചാർജസ് ആണ്. അതിലൊന്ന് ചെയ്ത് കാണിക്കാം. ബജറ്റ് ടൂളിൽ ആദ്യ ഹെഡ് 140,1001 രജിസ്ട്രേഷൻ ചാർജ് എന്നാണ്. നോക്കൂ, ഞാൻ 23-24 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ 140,1001, 1,002, 1,003 ഇത്രയും ഹെഡുകളിലെ തുക ടോട്ടൽ ബജറ്റ് ടൂളിൽ 140,1001 കൊടുക്കുകയാണ്. ലോക്കൽ സാങ്കേതിക അക്കൗണ്ട് ഹെഡുകളെയും അതുണ്ടായിരുന്ന കാലത്തെ പ്ലാൻ ഫണ്ടുകൾ വരവഹിക്കുന്ന രീതിയെയും അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ബജറ്റ് മാനുവലിലെ ബജറ്റ് ഹെഡുകൾ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ILGMS, KSMART ഇവയിലെ ഹെഡുകളും ബജറ്റ് ഹെഡുകളും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വ്യത്യാസം കാണുകയാണെങ്കിൽ, കൃത്യമായ ഹെഡ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഏറ്റവും ആപ്റ്റായ ഒരു ഹെഡിലേക്ക് ഈ നമ്മുടെ റിപ്പോർട്ടിലെ എമൗണ്ടിനെ കൊണ്ടുപോകുക എന്നത് മാത്രമേ ഉള്ളൂ വഴി. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ തുകകളെല്ലാം കൂടെ കൂട്ടി ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഒന്നുകൂടി പറയാം, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ റൗണ്ട് ചെയ്ത് പോകണം. അതായത് ആ ഫിഗർ നമ്മളിവിടെ കൊണ്ടുവന്നു എന്നാണ് അർത്ഥം. ഇങ്ങനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലെ I3, I4, I5, I7, I8 ഷെഡ്യൂളെല്ലാം പരിശോധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തലുകൾ ഷെഡ്യൂളിലേക്ക് വരുത്തുക. അടുത്ത BS3 ആണ്. BS3 ജനറൽ പർപ്പസ് ഫണ്ടാണ്. ജനറൽ പർപ്പസ് ഫണ്ട് അറിയാൻ നമ്മൾ 2023 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ നോക്കിയാൽ മതി. അവിടെ നോക്കൂ, അവിടെ ജനറൽ പർപ്പസ് ഫണ്ട് 75,20,000 രൂപയാണ്. അതവിടെ കൊടുത്തു. ഇനി BS4 ആണ്. നമ്മുടെ ബജറ്റ് ഷെഡ്യൂളിൽ BS4, BS9, BS7, BS12 ഇത്രയും ഷെഡ്യൂളുകൾ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്ലാനിന്റെ കണക്കാണ് ഈ 4 ഷെഡ്യൂളുകൾ, അതായത് BS4, BS7, BS9, BS12 ഈ ഷെഡ്യൂളുകളിൽ വരുന്നത്.
അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് പ്ലാൻ ഷെഡ്യൂൾസ് ഏറ്റവും ലാസ്റ്റ് ചെയ്യാം. നമുക്ക് മറ്റു ഷെഡ്യൂളിൽ ആദ്യം ചെയ്ത് പഠിച്ചു പോകാം. BS5 നമുക്ക് പോകാം. പദ്ധതി ഇതര ചെലവുകൾക്ക് വേണ്ടിയുള്ള ഗ്രാന്റുകളുടെയും ഫണ്ടുകളുടെയും വിവരങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. BS5 പദ്ധതി ഇതര ചെലവുകൾക്ക് വേണ്ടിയുള്ള, അതായത് ഇത് സംസ്ഥാന ആവിഷ്കൃത പദ്ധതികൾക്കുള്ള വിഹിതമാണ്. അതായത് ബി ഫണ്ടിൽ വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, പാഡി പ്രൊഡക്ഷൻ ബോണസ്, തൊഴിൽരഹിത വേതനം, ഇതിനൊക്കെ കിട്ടുന്ന തുകകളാണ് ഈ ഭാഗത്ത് വരേണ്ടത്. ഇത് കിട്ടാനുള്ള വഴി എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ I6 ഇത് ഇവിടെ കണ്ടോ 160, 100, 737, 743, 745, 746, 747, 758 ഇത്രയും ഹെഡുകളിൽ വരുന്ന തുകയുടെ ടോട്ടൽ എടുത്താൽ അതായിരിക്കും ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾ BS5 കൊടുക്കുന്ന അതേ തുക തന്നെ BS10 അതിന്റെ ചെലവായിട്ടും കൊടുക്കണം. അപ്പൊ രണ്ടിടത്തും ഒരേ സമയത്ത് എൻട്രി വരും. BS5 വരുന്ന എൻട്രി അതുപോലെ BS10 വരുന്നത് ഞാൻ രണ്ടിടത്തും കൊടുക്കുകയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് BS6 പോകാം. BS6 വായ്പാ ഇനത്തിലെ മൂലധന വരവുകളാണ്. വായ്പ എടുത്ത് ഏതെങ്കിലും ആദായം കിട്ടുന്ന പരിപാടികൾ ചെയ്യുകയാണ്. അതായത് കല്യാണ മണ്ഡപം ഉണ്ടാക്കുന്നു, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നു, ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രം വായ്പ എടുത്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ BS6 എൻട്രി വരുത്തണം. അവയുടെ തിരിച്ചടവ് BS11 കാണിക്കണം. മുൻവർഷം ഏതെങ്കിലും ലോൺ എടുത്തതിന്റെ തിരിച്ചടവ് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കണം. എന്നാൽ ഭവന പദ്ധതിയുടെയൊക്കെ ഭാഗമായിട്ട് ലൈഫിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഹഡ്കോയിന്നും മറ്റും എടുത്ത ലോണുകൾ BS6 BS11 കാണിക്കേണ്ട. ലൈഫിന് വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വായ്പ എടുത്തത് BS4 തിരിച്ചടവ് BS9 കാണിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ, ബസ് സ്റ്റാൻഡ് പോലെ എന്തെങ്കിലും വരുമാനം കിട്ടുന്ന ഒരു അസറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം, വരുമാനം കിട്ടുന്ന ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ മാത്രം ഇവിടെ രേഖപ്പെടുത്തലുകൾ മതി. അല്ലെങ്കിൽ ആ കോളം കഴിഞ്ഞ് അടുത്ത ഷെഡ്യൂളിലേക്ക് പോവാം. ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ യാതൊന്നും ഇല്ലാത്തതുകൊണ്ട് BS6 11 രേഖപ്പെടുത്തലൊന്നും വരുത്തുന്നില്ല. BS1 മുതൽ BS7 വരെയുള്ളത് നമ്മുടെ വരവുകളാണ്. അതിൽ BS4 BS7 പ്ലാനിന്റെ വരവാണ്. നമ്മളിപ്പോൾ പ്ലാൻ ഒഴിച്ച് മറ്റെല്ലാ വരവുകളും നമ്മൾ നമ്മുടെ ഷെഡ്യൂളിലേക്ക് രേഖപ്പെടുത്തി. ഇനി നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അതിന്റെ വരവ് ഭാഗം ഒന്ന് പരിശോധിക്കുക. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും നമ്മൾ റൗണ്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ നോക്കുക. അങ്ങനെ ഉണ്ട് എങ്കിൽ അത് ഏതാണ് കറക്റ്റ് ഹെഡിൽ വരുന്നത് അതിലേക്ക് വരവ് വയ്ക്കണം. BS6 കഴിഞ്ഞാൽ BS7 ആണ്. ഞാൻ പറഞ്ഞു പ്ലാൻ ആണ്. നമുക്ക് ലാസ്റ്റ് നോക്കാം. നമ്മൾ അടുത്ത ഷെഡ്യൂളിലേക്ക് പോകാം. നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷെഡ്യൂളാണ് BS8. ഇവിടെയാണ് ശമ്പളം, ഓണറേറിയം, വേജസ്, പിന്നെ ഓഫീസ് ചെലവുകൾ എല്ലാം ഈ ഭാഗത്ത് BS8 കൊടുക്കുന്നത്. BS8 ആദ്യ ഭാഗം എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് ആണ്. അതിൽ നോക്കി ആദ്യം 210,001 ശമ്പളമാണ്. നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ I10 നോക്കുക. 210,001 തുടങ്ങുന്ന ഹെഡുകൾ എല്ലാം കൂടി കൂട്ടി അത് ഇവിടെ കൊടുക്കുക. എനിക്കിവിടെ അത് 63,02,791 ആ ഫിഗർ ബജറ്റ് ടൂളിൽ കൊടുത്തു. ഇങ്ങനെ എല്ലാ ചെലവുകളും ചെലവ് ഭാഗത്ത് BS8 വരേണ്ട എല്ലാ ചെലവുകളും കൂടി ചെയ്ത് BS8 പൂർണ്ണമായിട്ടും ചെയ്യുക. നേരത്തെ പറഞ്ഞു INDയിലെ ഷെഡ്യൂളുകളും ഈ ചെലവും കൂടെ പൊരുത്തപ്പെട്ടോണം പോകാൻ. അത് ചെക്ക് ചെയ്തോളണം. BS9 ആണ് അടുത്ത ഷെഡ്യൂൾ. അത് പ്ലാൻ ആണ്. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. നമുക്ക് BS10 നോക്കാം. BS10 നമ്മുടെ സംസ്ഥാന ആവിഷ്കൃത പദ്ധതികൾക്കുള്ള നോൺ പ്ലാൻ ചെലവുകൾ എന്ന ഭാഗത്ത് നമ്മൾ BS5 കൊടുത്തൊരു ഫിഗർ നമ്മൾ അതുപോലെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതവിടെ കാണാം. തൊട്ട് മുകളിൽ കണ്ടോ ഘടക സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള നോൺ പ്ലാൻ ചെലവുകൾ എന്നൊരു ഭാഗമുണ്ട്. അവിടെ ഘടക സ്ഥാപന മേധാവികൾ ഏതെങ്കിലും വരവ് ആ ഘടക സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ ആ തുക തന്നെ ഇവിടെ കൊടുക്കണം. ഘടക സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവായിട്ട്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഘടക സ്ഥാപനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വരവ് വരുന്നുണ്ട് എങ്കിൽ, വരവ് വരാൻ ചാൻസ് എന്ന് വെച്ചാൽ അവിടുത്തെ ഫലവർഷങ്ങളിൽ നിന്നുള്ള ആദായം ആയിരിക്കാം, സ്ക്രാപ്പും എല്ലാം വിറ്റ സാധനങ്ങളായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആദായം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി തന്നെയുള്ള ചെലവ്, ആ ഓഫീസിലേക്ക് വേണ്ടി തന്നെയുള്ള ചെലവായിട്ട് അത് ഇവിടെ രേഖപ്പെടുത്തണം. ആ വരവ് എത്രയാണോ കൊടുക്കുന്നത് അതേ ഇത് തന്നെ ചെലവായിട്ട് BS10 കൊടുക്കണം. BS11 നേരത്തെ പറഞ്ഞ പോലെ വായ്പാ തിരിച്ചടവിന് വേണ്ടിയുള്ളതാണ്. തിരിച്ചടവ് ഉണ്ടെങ്കിൽ മാത്രം അവിടെ കൊടുക്കണം. BS12 പ്ലാനാണ്. നമുക്ക് നോക്കാം. 13 25, 23, 24 ഭാഗത്ത് എൻട്രികളൊന്നും വരുത്തേണ്ടതില്ല. ഇത്രയും കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് ആയിട്ട് പ്ലാൻ എൻട്രികൾ നോക്കാം. പ്ലാനിന്റെ കാര്യങ്ങൾ എൻട്രി ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു BS4, BS7, BS9, BS12 ഈ 4 ഷെഡ്യൂളുകളിലാണ് പ്ലാനിന്റെ വിവരങ്ങൾ കൊടുക്കേണ്ടത്. അത് നിങ്ങൾ സുലേഖ റിപ്പോർട്ട് നോക്കേണ്ട കാര്യമില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ബാലൻസ് ഷീറ്റിലും തന്നെ, കാര്യം അത് AFS ആയിട്ട് കൊടുത്ത സാധനങ്ങളാണ്. അതിലെ ഡീറ്റെയിൽസ് തന്നെയാണ് ഈ 4 ഷെഡ്യൂളുകൾ കൊടുക്കേണ്ടത്. BS4 എടുത്തു. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എൻട്രി വരുത്തിക്കൊണ്ടിരിക്കുന്നത് 23, 24 ആക്ച്വലിന്റെ കോളത്തിൽ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരുന്ന രേഖപ്പെടുത്തലുകളെല്ലാം റവന്യൂ വരവുകളും റവന്യൂ ചെലവുമാണെന്നുള്ള കാര്യം മനസ്സിലുണ്ടായിരിക്കണം. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ അസറ്റ് ഒന്നുമല്ല വരുന്നത്, റവന്യൂ വരവുകളും റവന്യൂ ചെലവുകളുമാണ്. BS4 വരുന്നത് പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ള റവന്യൂ വരവാണ് BS4. ആ തുക എങ്ങനെ നിങ്ങൾ റിവിഷൻ ബജറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നന്നായിട്ട് അറിയാൻ പറ്റും. ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ അവിടെ I6 എന്ന് പറയുന്നത് കണ്ടോ,
I6 എന്ന് പറഞ്ഞ ഷെഡ്യൂളിൽ നിന്ന് ജനറൽ പർപ്പസ് ഫണ്ടും നമ്മൾ നേരത്തെ പെൻഷന്റെ കുറച്ച് തുകകൾ കണ്ടല്ലോ, ആ പെൻഷന്റെ തുകയും കൂടി എല്ലാ GPF-ന്റെയും പെൻഷന്റെയും ജനറൽ പർപ്പസ് ഫണ്ടിന്റെയും പെൻഷന്റെയും തുകകളെല്ലാം മാറ്റി നിർത്തിയാൽ കിട്ടുന്ന അത്രയും തുക അതാണ് BS4 കൊടുക്കേണ്ടത്. അതായത് അവിടെ കൊടുക്കുമ്പോൾ ജനറൽ പർപ്പസ് ഫണ്ടും വേണ്ട, പെൻഷൻ തുകയും വേണ്ട, ബാക്കി എല്ലാ തുകകളും BS4 അതത് ഹെഡിനേർക്ക് കൊടുക്കണം. ഈ റവന്യൂ വരവുകളുടെയൊക്കെ ചെലവ് വരുന്നത് BS9 വരുന്നത്. BS9 എങ്ങനെ രേഖപ്പെടുത്തൽ വരുത്താൻ നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലാണെങ്കിൽ I14 പദ്ധതിയുടെയൊക്കെ ചെലവ് വരുന്നത്. I14 അത് നിങ്ങളുടെ BS9 എടുത്തു വെച്ചിട്ട് I14 എടുത്തു വയ്ക്കുമ്പോൾ നമുക്ക് രേഖപ്പെടുത്താനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ I14 ഹെഡുകൾ നോക്കിയിട്ട് BS9 ഇതേപോലെ രേഖപ്പെടുത്തുക. ഒന്നിലധികം അക്കൗണ്ട് ഹെഡുകളിലാണ് തുക വരുന്നതെങ്കിൽ അത് കൂട്ടിയെടുത്ത് ബജറ്റ് ഹെഡിന് നേർക്ക് കൊടുക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ I15 തുകകളും കൂടി BS9 അവസാന ഭാഗത്ത് രേഖപ്പെടുത്തണം. ഇപ്പൊ നമ്മൾ BS4 പദ്ധതിക്ക് വേണ്ടി റവന്യൂ പദ്ധതികൾക്ക് വേണ്ടിയുള്ള വരവും അതിന്റെ ചെലവ് BS9 രേഖപ്പെടുത്തി. BS4 രേഖപ്പെടുത്തിയതിനേക്കാളും 1 രൂപയെങ്കിലും കൂടുതൽ, ഒന്നുകിൽ അത് തന്നെയായിരിക്കും അല്ലെങ്കിൽ 1 രൂപയെങ്കിലും കൂടുതലായിരിക്കും BS9 രേഖപ്പെടുത്തുന്നത്. റവന്യൂ ചെലവുണ്ട്, ക്യാപിറ്റൽ ചെലവുണ്ടെന്ന് അറിയാലോ. ഏതെങ്കിലും ഒരു അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ചെലവ്. അല്ലാതെയുള്ള ചെലവുകളെല്ലാം റവന്യൂ ചെലവുകളാണ്. നമ്മുടെ പദ്ധതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ റവന്യൂ ചെലവും വരും, ക്യാപിറ്റൽ ചെലവും വരും. ഇപ്പോൾ ഓഫീസിലേക്ക് കമ്പ്യൂട്ടർ വാങ്ങിച്ചാൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഒരു വീട് നവീകരണം കൊടുത്താൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടായിരിക്കണം. ഇനി നമുക്ക് 2 ഷെഡ്യൂളുകളുടെ ചെയ്യണം, BS7 BS12. BS7 എന്ന് പറഞ്ഞാൽ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിച്ച ക്യാപിറ്റൽ വരവുകളാണ്. അതായത് ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച വരവുകളാണ് BS7. അതിന് 5 കൂട്ടുമ്പോൾ കിട്ടുന്ന BS12 അതിന് ചെലവഴിച്ച തുകയുമാണ്. ഈ തുകകളൊന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ലഭിക്കത്തില്ല. പകരം ഇത് ലഭിക്കുന്നത് ബാലൻസ് ഷീറ്റുകളിൽ നിന്നായിരിക്കും. ബാലൻസ് ഷീറ്റിലും ഡയറക്റ്റ് ഈ തുക കിട്ടത്തില്ല. അതായത് അസറ്റിന് വേണ്ടി വകയിരുത്തിയ തുകയും ചെലവഴിച്ച തുകയും ഡയറക്റ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റുകളിൽ നിന്നും കിട്ടത്തില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യം, ക്യാപിറ്റൽ വരവും ക്യാപിറ്റൽ ചെലവും ബാലൻസ് ഷീറ്റിൽ ഈ അക്യുമുലേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് ഒരു വർഷത്തെ ക്യാപിറ്റൽ വരവും ചെലവും കണ്ടുപിടിക്കണമെങ്കിൽ ആ വർഷത്തെ ബാലൻസ് ഷീറ്റിലെ ഹെഡുകളിൽ നിന്ന് മുൻ വർഷത്തെ അതത് ഹെഡുകൾ കുറയ്ക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 2023-24 BS7 വരവുകൾ 2023-24 BS7 വരവുകൾ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 23-24 ബാലൻസ് ഷീറ്റും കയ്യിൽ വേണം, 22-23 ബാലൻസ് ഷീറ്റും കയ്യിൽ വേണം. ഇവിടെ 23-24 ബാലൻസ് ഷീറ്റിൽ B3 നോക്കി. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ. എനിക്ക് 2023-24 ബാലൻസ് ഷീറ്റ് കണ്ടോ, 312 100 211 നമ്മുടെ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ടൈഡ് ഗ്രാന്റിന്റെ ബാലൻസ് 31,31,331 രൂപയായിരുന്നു. 22-23 അതിന്റെ ബാലൻസ് 28,594 രൂപയായിരുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയെന്ന് നോക്കുക. ആ ഡിഫറൻസ് ആയിരിക്കും ആ ഫണ്ടിന്റെ വരവായിട്ട് രേഖപ്പെടുത്തേണ്ടത്. മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. BS7 കഴിഞ്ഞാൽ BS12 കൂടി മാത്രമേ ഉള്ളൂ രേഖപ്പെടുത്താനാ. 12 നമ്മൾ ആസ്തിക്ക് വേണ്ടി ചെലവഴിച്ച തുകയാണ്, വരവല്ല ചെലവഴിച്ച തുകയാണ് കാണേണ്ടത്. ഇത് നേരിട്ട് കിട്ടത്തില്ല. 2 ബാലൻസ് ഷീറ്റുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് കാണുന്ന വിധം എങ്ങനെയാണ്? ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ആസ്തി ഹെഡുകളുടെ ഷെഡ്യൂൾ, അതായത് B11 ABCDE വരെയുള്ള സബ് ഷെഡ്യൂളുണ്ട്. അവിടെ 23-24 ബാലൻസ് ഷീറ്റിലെ ഹെഡുകളിൽ നിന്ന് 22-23 അതിന്റെ സബ്സിക്വന്റ് ഹെഡുകൾ കുറച്ചാൽ ഈ ബാലൻസ് തുക നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഒരു ഉദാഹരണം കാണിക്കാം. നിങ്ങൾ നോക്കിയേ. 23-24 ബാലൻസ് ഷീറ്റിലെ B11E 415 110 001 02 03 ന്യൂ റോഡ് മെറ്റൽഡ് റോഡ് ടാർഡ് ഇവ കൂട്ടിയത് 4,09,59 രൂപയാണ്. 2023-24 2022-23 ഇത് ബാലൻസ് ഷീറ്റ് ഇതേ ഹെഡുകൾ കൂട്ടിയപ്പോൾ എനിക്ക് 4,02,79,520 രൂപ കിട്ടി. അവയുടെ വ്യത്യാസം കണ്ടോ? 6,20,530 രൂപയാണ്. അതായത് ഈ വർഷം 23-24 ഞാൻ റോഡുകൾക്ക് വേണ്ടി ചെലവഴിച്ചത് ഇത്രയും തുകയാണ്. ഞാൻ അതെന്ത് ചെയ്തു? BS12 അവിടെ രേഖപ്പെടുത്തി. ഇങ്ങനെ നിങ്ങൾ 2 ബാലൻസ് ഷീറ്റൂടെ കമ്പയർ ചെയ്ത് BS12 മുഴുവൻ എൻട്രികളും വരുത്തുക. ഇപ്പോഴോ ബജറ്റ് ഷെഡ്യൂളിലെ ആക്ച്വൽസ് ഫോർ ദ ഇയർ 23-24 എന്ന് പറയുന്ന ഭാഗം പൂർത്തിയായി. AFS അനുസരിച്ചുള്ള എല്ലാ എമൗണ്ടുകളും പൂർത്തിയായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എളുപ്പമുള്ള ജോലിയാണ്. 22ാമത്തെ കോളം 24-25 പരിഷ്കരിച്ച ബജറ്റ്. ഞാൻ പറഞ്ഞു പരിഷ്കരിച്ച ബജറ്റ് നമ്മുടെ കയ്യിലുണ്ട്. പരിഷ്കരിച്ച ബജറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. 25-26 ബജറ്റ് ടൂളിനകത്ത് രണ്ടാമത്തെ കോളം പരിഷ്കരിച്ച ബജറ്റ് ആണല്ലോ. പരിഷ്കരിച്ച ബജറ്റിനകത്തെ 3ാമത്തെ കോളത്തിലെ ഫിഗർ ഇവിടെ നമ്മുടെ 25-26 ബജറ്റ് ടൂളിലെ 2ാമത്തെ കോളത്തിൽ നോക്കി. ഞാൻ ഓരോന്നായിട്ട് എൻട്രി ചെയ്ത് നോക്കിയേ. അതായത് നമ്മുടെ കയ്യിലുള്ള പരിഷ്കരിച്ച ബജറ്റിലെ 3ാമത്തെ കോളത്തിലെ തുക ഇവിടെ നമ്മുടെ 25-26 ബജറ്റിലെ 2ാമത്തെ കോളത്തിൽ അതേപോലെ അങ്ങെടുത്ത് എൻട്രി ചെയ്യുക. അത്ര വേറൊന്നും നോക്കേണ്ടത്, അതുപോലെ അങ്ങ് എൻട്രി ചെയ്ത് പോവുക. ഇത്രയും കഴിയുമ്പോൾ നമുക്ക് ബജറ്റ് ടൂളിലെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളുടെ ജോലി പൂർത്തിയായി. ഇനി ഏറ്റവും എളുപ്പമുള്ളൊരു ഭാഗം മാത്രമേ ഉള്ളൂ. നമുക്ക്
രണ്ടാമത്തെ വീഡിയോ നോക്കുക. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് നോക്കിയിട്ട് ബജറ്റിൻ്റെ പണികളൊന്ന് ആരംഭിച്ച് വയ്ക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.